ബ്രസീൽ ദേശീയ ടീമിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറർക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങി സൂപ്പർ താരം നെയ്മർ ജൂനിയർ. അദ്ദേഹം ഈ ഒരു ഫോട്ടോ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയകളിലൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്രിസ്മസ് ദിന സമയത്ത് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. പരിക്കിന്റെ മുന്നേ തന്നെ അദ്ദേഹം ഈ ഒരു അച്ചീവ്മെന്റ് നേടിയിട്ടുണ്ടായിരുന്നു. 128 മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു പെലെയുടെ ആ റെക്കോർഡ് മറികടന്നത്. 79 ഗോളുകളാണ് 128 മത്സരങ്ങളിൽ നിന്ന് സൂപ്പർ താരം ബ്രസീൽ കുപ്പായം അണിഞ്ഞ് നേടിയത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു നേട്ടം കൈവരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, തീർച്ചയായും വളരെ സന്തോഷമുണ്ട് ഈ ഒരു നേട്ടം കൈവരിച്ചതിൽ. ഈ ഒരു നേട്ടത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് ഒരിക്കലും താൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം അവാർഡ് കിട്ടിയതിന് ശേഷം പറഞ്ഞത്. പിന്നെ തൊട്ട് പിറകെയുള്ളത് പെലെയാണ്, 77 ഗോളുകൾ. അതുപോലെ തന്നെ 62 ഗോളുകളോടെ റൊണാൾഡോ 3-ാം സ്ഥാനത്തുണ്ട്. സൂപ്പർ താരം നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ ഈ പരിക്കിൻ്റെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എങ്കിൽ എന്നോ ഈ ഒരു അവാർഡ് അല്ലെങ്കിൽ എന്നോ ഈ ഒരു നേട്ടം പെലെയുടെ ഈ റെക്കോർഡ് മറികടക്കേണ്ടതാണ്. ഇപ്പോഴും പരിക്കിൻ്റെ പിടിയിലാണ്. കുറേ മത്സരങ്ങൾ അല്ലെങ്കിൽ ടൂർണമെൻറ്റുകളൊക്കെ അദ്ദേഹം പരിക്കിൻ്റെ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു. ആ പരിക്കൊന്നില്ലായിരുന്നെങ്കിൽ ബ്രസീലിൻ്റെ കാലത്തെയും മികച്ച ഗോൾ സ്കോറർ എന്ന റെക്കോർഡ് മാത്രമല്ല, ലോക ഫുട്ബോളിലെ തന്നെ പല റെക്കോർഡുകളും, ബാലൻഡിയോർ ഉൾപ്പെടെയുള്ള പല റെക്കോർഡുകളും തൻ്റെ കാൽക്കീക്കൽ വരുമായിരുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയാണ്. കാരണം അത്രയും നമുക്കൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അൺബിലീവബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നെയ്മർ ജൂനിയർ കളത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണല്. പ്രയാസം, ഡ്രിബ്ലിങ്ങും അങ്ങനെ മുന്നേറ്റങ്ങളും ഓപ്പോസിറ്റ് വരുന്ന താരങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് മുന്നേ ബോൾ എടുത്ത് പോകുന്ന ഒരു പ്രവണത നെയ്മർ ജൂനിയറിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ പിടിയിലല്ലായിരുന്നുവെങ്കിൽ പല നേട്ടങ്ങളും അദ്ദേഹം ഈ ഒരു സമയം കൊണ്ട് തന്നെ, ഈ ഒരു കാലയളവിൽ തന്നെ അദ്ദേഹം കൊയ്തിട്ടുണ്ടാകും എന്നുള്ളത് തീർച്ചയായും. ഏതായാലും ഇപ്പോൾ അദ്ദേഹം എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറർക്കുള്ള ബ്രസീലിൻ്റെ ടോപ്പ് സ്കോറർക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്.